ശ്രീരാമൻ്റെ സീതാദേവിയോടു കൂടി വസിക്കാൻ യോജിച്ച സ്ഥലം കാണിച്ചു തരാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടതിൽ നിന്നു തന്നെ വാൽമീകി വേദാന്തിയാണെന്നും അതിൻ്റെ പൊരുളും നമുക്കറിയാം. സർവലോകങ്ങളും നിന്നിൽ വസിക്കുന്നു, സർവലോകങ്ങളിലും നീ വസിക്കുകയും ചെയ്യുന്നു. ഇതിലപ്പുറം ഒന്നും പറയേണ്ടതില്ല. ഇങ്ങനെ സാധാരണമായ ഒരു നിവാസ സ്ഥലത്ത് താമസിക്കാൻ തോന്നുന്നു എന്നു പറഞ്ഞതിനെ പറ്റി എന്തു പറയേണ്ടു? വാൽമീകിയുടെ വാക്കുകൾ അർത്ഥസമ്പുഷ്ടമാണ്. ജഗദീശ്വരൻ്റെ ആവാസ സ്ഥലമേതെന്ന് വിശുദ്ധമായ ഉൾക്കാഴ്ചയോടുകൂടി ഇവിടെ മാമുനി വിവരിക്കുന്നു. സർവരെയും ഒരേപോലെ കാണുന്നവർ, ദ്വേഷമില്ലാത്ത മനസ്സോടു കൂടിയവർ, ശാന്തരായി നിന്നെ ഭജിക്കുന്നവർ, ഇവരുടെയൊക്കെ മനസ്സ് നിനക്ക് സുഖവാസമന്ദിരം. നിത്യജീവിതത്തിലെ ധർമാധർമ്മങ്ങൾക്കതീതമായി പരമേശ്വരനുമായി സാത്മ്യം പ്രാപിച്ചു കഴിയുന്നവർ, അസൂയ, ലൗകികമായ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരുമായി നിന്റെ മന്ത്രം ജപിക്കുന്നവരായ മനുഷ്യരുടെ ഹൃദയ പങ്കജം നിനക്ക് സുഖമന്ദിരം. ശ്രീരാമനു വസിക്കാൻ യുക്തമായ മന്ദിരമേതെന്ന വിവരണം വാൽമീകി മഹർഷി ഒരു സത്യജ്ഞൻ്റെ ലഹരിയോടുകൂടി തുടരുന്നു. രാഗവും ദ്വേഷവും ശാന്തമായി തീർന്ന മനസ്സോടുകൂടിയവർ, മൺകട്ട, കല്ല്, സ്വർണം എന്നിവയെ തുല്യമായി കരുതുന്നവർ എന്നിവരുടെ മനസ്സ് നിന്റെ മന്ദിരം. എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം, അങ്ങനെയാകയാലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം.